ജോർജ് കുട്ടി ചെയ്യുന്ന ഒന്നും കറക്റ്റ് അല്ല. പതുക്കെ പതുക്കെ, കാരണം അതിന് പല കാരണങ്ങളുണ്ട്. അയാളുടെ എക്സ്പ്രഷൻ എല്ലാം ഓപ്പോസിറ്റ് ആണ്. കാരണം ഇതുവരെ ജോർജ് കുട്ടി റിയാക്ട് ചെയ്ത പോലെ അല്ല ആ പ്രശ്നത്തെ ഇത് ചെയ്തത്. അത് അങ്ങനെയാണ്. അയാൾ ഏജ് ആകുന്ന സമയത്ത് ചില മാറ്റങ്ങൾ അയാൾക്ക് വരാം. അയാൾ പതുക്കെ പേടിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ ഭാഗ്യം എപ്പോഴും അയാളുടെ കൂടെ സഞ്ചരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമാണ്. ചിലരുടെ അത്യാഗ്രഹമാണെങ്കിൽ ക്ഷമിക്കണം. അതായത് ക്ലൈമാക്സ് പറയും. ഇവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം 3യുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ജിത്തു ജോസഫും മോഹൻലാലുമാണ് നമുക്കൊപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഏകദേശം 13 വർഷങ്ങൾക്ക് മുമ്പാണ് ദൃശ്യം ഇറങ്ങുന്നത്. അന്ന് ആ തിരക്കഥ വായിക്കുമ്പോൾ ഇത് ഇത്ര വലിയൊരു മാജിക് സൃഷ്ടിക്കുമെന്ന് തോന്നിയിരുന്നു? ഒരിക്കലും തോന്നിയില്ല. അത് നമ്മൾ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിനിമ എത്രയും വലിയ സക്സസ്ഫുൾ ആകും, അതിനൊരു 2ാം ഭാഗം ഉണ്ടാവും അല്ലെങ്കിൽ 3ാം ഭാഗം ഉണ്ടാവുന്ന ഞാൻ ചിന്തിച്ചിട്ടില്ല, നിത്യവും ചിന്തിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതൊരു ഒരു ഇറ്റ്സ് എ പ്രോസസ്, ഒരു സംഭവിക്കുന്നതാണ്, അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന. എസ്പെഷ്യലി സിനിമയിൽ അങ്ങനെ സംഭവിക്കാൻ വളരെ സാധ്യത കുറവുള്ള ഒരു കാര്യം സംഭവിച്ചു. അങ്ങനെ സംഭവിക്കുക മാത്രമല്ല, ആ ദൃശ്യത്തിനെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതാണ്. കേരളത്തിലെ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളതും വിദേശങ്ങളിലുള്ള ആൾക്കാരും ഒക്കെ എപ്പോഴും ഈ അടുത്ത ദൃശ്യം എപ്പോഴാണ് വരുന്നത്. പിന്നെ ഈ കോവിഡ് ആ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഈ സിനിമ കണ്ടു. ദൃശ്യം 2 ഞങ്ങൾ ആ സമയത്താണ് ഇറക്കിയത്. ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആ സിനിമ ഒരു ഭയങ്കര ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്ത സിനിമ. അതൊരു വലിയ ഫ്രാഞ്ചൈസായി മാറി. നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. സിനിമ നല്ല സിനിമയാകണം എന്നാഗ്രഹിച്ചിട്ടാണ് എല്ലാവരും സിനിമ തുടങ്ങുന്നത്. അതിൻ്റെ സക്സസ് നമുക്കൊരിക്കലും പറയാൻ വേണ്ട. പക്ഷെ ദൃശ്യം നമ്മുടെയൊക്കെ പ്രതീക്ഷകളെ മാറ്റിമറിച്ചൊരു സിനിമയാണ്. എൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ദിസ് മാൻ. ഈ സിനിമയ്ക്കൊപ്പം എല്ലാ ഘട്ടങ്ങളിലും പ്രേക്ഷകരുണ്ടായിരുന്നു. അത് ഈ 2-3 ഭാഗം നിങ്ങൾ തമ്മിലൊരു ആലോചനയിൽ എത്തുന്നതിന് മുമ്പൊക്കെ തന്നെ അതിനെപ്പറ്റി പല സിദ്ധാന്തങ്ങളും അതിനെപ്പറ്റി കഥ എഴുതിയവർ വരെയുണ്ട്. ഇതിനിടയിൽ ഈ സ്വാധീനങ്ങളിലൊന്നും പെടാതെ ഉള്ള എഴുത്ത് എങ്ങനെയായിരുന്നു? ഭയങ്കര ശ്രമകരമായിരുന്നു ആ പരിപാടി. തീർച്ചയായിട്ടും. കാരണം ഫസ്റ്റ് 2013 ഡിസംബറിലാണ് റിലീസ് ചെയ്യുന്നത്. ഒരു 2015 വരെ 14 ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സീക്വലിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഐ മീൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. ചുമ്മാ ഇങ്ങനെയൊക്കെ നമ്മളെല്ലാ സിനിമകളും എടുക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും തുടർച്ച ഉണ്ടാവും. എന്തായിരിക്കും ഇപ്പോൾ ആ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആ ക്യാരക്ടേഴ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ചുമ്മാ അങ്ങനെ ആലോചിക്കും. അത് കഴിഞ്ഞപ്പോൾ ഈ വയക്കോമിൽ ഹിന്ദി ഇറങ്ങി കഴിയുമ്പോൾ വയക്കോമിൽ കുറേ പേര് സെക്കൻഡ് പാർട്ടിനെന്ന് പറഞ്ഞുകൊണ്ട് കഥ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് ആൻ്റണി അറിഞ്ഞപ്പോൾ ആൻ്റണി പറഞ്ഞു, അവർ വല്ലവരും എന്തിനെത്തി ചെയ്യുന്നത്, നമ്മളല്ലേ ചെയ്യേണ്ടത്, ജിത്തു എന്താ ആലോചിക്കാത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി എങ്ങനെ എനിക്കറിയില്ല, ആലോചിച്ച് നോക്കി, കിട്ടിയില്ല വിട്ടേരെന്ന് ഒന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. അപ്പം തൊട്ട് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് വേണമെങ്കിൽ ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 6 years ആലോചന ഒരു സ്ക്രിപ്റ്റ് ഫോമിലാവാനായിട്ട്. അതുകൊണ്ട് ഇതൊരു ചെറിയ ഇതല്ല. ഈ 1 ഉണ്ടാകുന്നത് തന്നെ 2000-ൽ ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് 7 വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ വന്നൊരാശയം. അന്നൊക്കെ സിനിമ വരുമെന്ന് പോലും അറിയില്ല. പക്ഷേ ഇങ്ങനൊരു കഥ ഡെവലപ്പ് ചെയ്യുന്നു, ചുമ്മാ ഇരുന്ന് നമ്മൾ പല കഥകൾ ഡെവലപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ഡെവലപ്പ് ചെയ്തു. അപ്പം ഈ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ കഥകൾക്കൊരു പ്രയോജനം അത് ഡെവലപ്പ് ചെയ്ത് സ്ക്രിപ്റ്റായി വരാൻ 5-6 വർഷങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പം 2001-ലായിരുന്നല്ലോ നമ്മൾ ഇത് സെക്കൻഡ് ഇറങ്ങിയത്. ഇത് 2026 ആയി. 2021 ഇത് വന്നു, 2026 തേർഡ് പാർട്ട് വരുന്നു. അപ്പം കാരണം ഇത് അത്ര എളുപ്പമല്ല. ഈ ക്യാരക്ടേഴ്സിനെ അവരുടെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള അവരുടെ ഒരു വളർച്ച എന്തായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും വരിക, അങ്ങനെയൊക്കെ ആലോചിച്ച്. അപ്പം 1 കഴിഞ്ഞപ്പം ഞാനിതിങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ആദ്യം ആലോചിച്ചത് എന്തായിരിക്കും സൊസൈറ്റി അല്ലെങ്കിൽ ആ നാട്ടുകാരിപ്പം ഇവരെ കുറിച്ച്. കാരണം 1 കഴിയുമ്പോൾ നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചിരുന്നു ജോർജ് കുട്ടീനെയും കുടുംബത്തിനെയും സഹദേവൻ കുടുക്കിയതാണ്, അവർ നിരപരാധികളാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ അവർ തിരിച്ച് ചിന്തിച്ചു തുടങ്ങി, തീയില്ലാതെ പുകയുണ്ടാവുമോ, പതുക്കെ. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. തിയേറ്റർ അല്ല അതാ പറഞ്ഞത്, അതിന് പല കാരണങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടും ജോർജ് കുട്ടി ഇവിടെ വളരുക ഫിനാൻഷ്യലി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ചെറിയ വിശുമ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ആൾക്കാർ തിരിച്ച് ചിന്തിക്കാനും തിരിച്ച് പറയാനും തുടങ്ങി. അപ്പോൾ അങ്ങനെ ഓരോ ആംഗിളുകൾ ഇത് ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ചു, പോലീസ് എന്തായിരിക്കും ഈ സമയത്ത്? പോലീസ് അങ്ങനെ വെറുതെ വിടുമോ? അവർ പുറകെ ഉണ്ടാവില്ലേ? ഏതൊക്കെ രീതിയിലായിരിക്കും അവർ ജോർജ് കുട്ടിയുടെ പുറകെ ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ അങ്ങനെ ആലോചിച്ച്
പലപ്പോഴായിട്ട് ആലോചിച്ചെടുത്ത ഒരു ഇതാണ്. അപ്പം എനിക്ക് തന്നെ ഒരു 4-5 വർഷം എടുത്തു ഓരോ പാർട്ടും നമ്മൾ ചെയ്തെടുത്തുകൊണ്ട് വരാനായിട്ട്. ലാലേട്ടന്റെ കഥാപാത്രത്തിനാണെങ്കിലും ജോർജ് കുട്ടിക്കും റാണിക്കും അവരുടെ മക്കൾക്കും എല്ലാവർക്കും ഓരോ അവരുടെ പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി അവരുടെ പ്രധാന പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ സ്വഭാവത്തിൽ ഒരു വലിയ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രോസസ് നടക്കുന്നതിനിടയിൽ ഇതെങ്ങനെയായിരിക്കും ജീത്തു ജോസഫ് ഈ കഥയും കഥാപാത്രങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നോ? ക്യൂരിയോസിറ്റി എന്നല്ല, എൻ്റെ അങ്ങനൊരു കഥ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. കാര്യം ഈ കുട്ടികളൊക്കെ വളർന്നു, അന്ന് കണ്ട കുട്ടികളല്ല. അന്ന് ജോർജ് കുട്ടി എന്തോ പറഞ്ഞാലും കേൾക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ലോകം ഉണ്ടായി, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും കൊണ്ടുണ്ട് ഈ സിനിമയിൽ. അങ്ങനെയാണ് കുട്ടികൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ജോർജ് കുട്ടിക്ക് ഒരു ആൻസർ വേണം. എന്താണ് ഇതിനൊരു കൾമിനേഷൻ എന്ന് പറയാം, അതിനൊരു സാധ്യത ഈ സിനിമയിൽ ഉണ്ടാകുന്ന കരുതി തന്നെയാണ് നമ്മൾ മൂന്നാമത് എഴുതുന്നത്. അതുകൊണ്ട് നാലാമത് ഒരു ദൃശ്യമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് അതിനർത്ഥമില്ല. അത് അങ്ങനെയാണ് കാര്യം. അതൊരു വലിയൊരു ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനഃപൂർവ്വം ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്നതല്ല, ഓർഗാനിക്കായിട്ട് അതൊരു പോസിബിലിറ്റിയാണ്. അങ്ങനെ അതന്നെ അത് ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യം നിർത്തുമ്പോൾ രണ്ടാമത് ചിന്തിക്കണം എന്ന് തോന്നിയില്ലല്ലോ. പക്ഷെ അത് നോക്കിയപ്പം അതിനൊരു പോസിബിലിറ്റി. അപ്പം രണ്ടാമത്തെ കഴിഞ്ഞപ്പം നമ്മളെല്ലാവരും കൂടെ പറഞ്ഞു മൂന്നാമത് ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ വേറെ ആൾക്കാർ കഥ എഴുതാൻ തുടങ്ങി. അപ്പൊ അതിലൊന്നും പെടാതെ അതൊരു പക്ഷേ അതൊരു ഭാഗ്യമായിരിക്കും. അതെല്ലാം വായിച്ചിട്ട് അതൊന്നും അല്ലാത്തൊരു കാര്യം ഉണ്ടാകാന്ന് പറയുന്നത്. അല്ല, ഞാൻ ഒന്നും വായിക്കാൻ തന്നില്ല. അങ്ങനെ മെയിനായി പോകേണ്ടി വരില്ലേ? കാരണം അല്ലല്ല, ആര് ദൃശ്യം 3 മെയ് എന്ന് പറഞ്ഞാൽ അപ്പം ഡിലീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമായി. അപ്പൊ അത് ജോർജ് കുട്ടിയും വളർന്നു, അവരുടെ ഫാമിലി വളർന്നു, 10-13 വർഷം കഴിഞ്ഞു കുട്ടി. അപ്പം ആ ഫിയർ എന്ന് പറയുന്ന ഫിയർ കോംപ്ലക്സ് ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അപ്പം നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്, ഇത് ഒരാളല്ല പല ആളുകളാണ് എൻ്റെ പുറകിൽ. അത് സത്യമാണ്. ഏറ്റവും കൂടുതൽ ടെൻഷനിൽ ജീവിക്കുന്ന ഒരാളുടെ കഥയാണ് ജോർജ് കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് അപ്പുറത്ത് ഗീതാ പ്രഭാകരൻ എന്ന് പറയുന്ന ആ കുടുംബത്തിൻ്റെയും കഥയാണ്. 2 അമ്മമാരുടെയും അച്ഛന്മാരുടെയും കുട്ടികളുടെ ഒക്കെ കഥയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സർവേ 2 പേർക്കും സർവേ ചെയ്യുക. കാര്യം മറ്റവർക്ക് ഇത് തെളിയിക്കണം എന്നുള്ളതാണ്, അവരുടെ മകനല്ലേ, ഇയാൾക്കിത് തെളിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതൊരു എൻ്റെ ഫാമിലിയുടെ ഒരു ബാറ്റിലാണ്. ഈ ദൃശ്യത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഒരു ജോർജ് കുട്ടി ഉണ്ടല്ലോ, കുട്ടികളുമായിട്ട് കളിച്ച് ചിരിച്ച് ഭാര്യയോട് കൊഞ്ചുന്ന ഒരു ജോർജ് കുട്ടി. അങ്ങനെ ഒരു സാധ്യത ഇനി അയാളുടെ ജീവിതത്തിലുണ്ടോ? അത്ര ലാഘവത്തോടെ പെരുമാറാൻ ആ കഥാപാത്രത്തിന് ഇനി സാധിക്കുമോ? അയാൾ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. കാര്യം അയാളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അവർ കണ്ടുപിടിക്കും. പക്ഷെ ഈ സിനിമയിൽ അത് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. കാര്യം അതാണ്, കുട്ടികൾ വളർന്നു എന്നൊക്കെ ആൻസറബിൾ ആണ് അല്ലേ? തീർച്ചയായിട്ടും എല്ലാത്തിനും വേണമല്ലേ? അങ്ങനെയാണ്. അപ്പം അവരും ഇന്റലിജന്റ് ആണ്, ഇയാളുടെ കുറച്ച് ഇന്റലിജൻസ് താങ്കൾ ഭയങ്കര അനായാസമായിട്ടാണ്. അല്ല, ഇതിലും അങ്ങനത്തെ നല്ല മൂവ്മെന്റ് ഉണ്ട്. അയാൾക്ക് ഫാമിലിയോടുള്ള അത്രയും, അയാൾക്ക് ഇതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് അത് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നതാണ് അയാളുടെ സ്നേഹം. അയാൾ ഭയങ്കരമായി സ്നേഹിക്കുന്നു, അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ അത്, പക്ഷെ ഇതിന് എങ്ങനെയെങ്കിലും ഒരു അവസാനം ഉണ്ടാകണമെന്നും അയാൾ ആഗ്രഹിക്കുന്നു. ഇതിലും തമാശയുണ്ട്, ഇതിലും അയാൾക്ക് എല്ലാം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഫിയറുണ്ട്. അപ്പം അതൊരു വല്ലാത്തൊരു ഡിലമയിലാണ് ജോർജ് കുട്ടി നടക്കുന്നത്. വളരെ അനായാസമായിട്ടാണ് ജോർജ് കുട്ടിയെ താങ്കൾ സ്ക്രീനിൽ അവതരിപ്പിച്ചായിട്ട് ഞങ്ങൾ കണ്ടത്. പക്ഷേ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം കൊണ്ട് നടക്കുന്ന, എപ്പോഴും ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ അവതരിപ്പിക്കാൻ വളരെ ഒരു വെല്ലുവിളി ഉണ്ടായിട്ടുണ്ടായല്ലേ ആക്ടറും? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം. ജോർജ് കുട്ടി ചെയ്യുന്ന ഒന്നും കറക്റ്റല്ല. അയാളുടെ എക്സ്പ്രഷൻസ് എല്ലാം ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. കാര്യം ഏറ്റവും പേടിക്കേണ്ട സമയത്ത് അയാൾ അതിനെ പേടി മുഖത്ത് വരുത്താതിരിക്കണം. കാര്യം അയാളുടെ കാര്യം ഇത്രയും കണ്ണുകൾ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കണ്ണുകളുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയുടെ കണ്ണുകളുണ്ട്, അതിലൊന്നും പെടാതെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ജോർജ് കുട്ടിയിൽ നിന്നും അയാൾ ഏജ് ആകുന്ന സമയത്ത് ചില മാറ്റങ്ങൾ അയാൾക്ക് വരാം. അയാൾ പതുക്കെ പേടിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ ഇനി ഞാൻ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞ 10-20-25 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കേസുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫിയർ കോംപ്ലക്സ് ഉണ്ട്, ക്രീപ്പിൻ, അത് അയാളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് അയാൾ പറയുന്നത് എനിക്ക് ഭയമാണ് എന്നൊരു ഏറ്റവും ഭയങ്കരമായ ഇന്റലിജൻസോ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഉള്ള ഒരാൾ എനിക്ക് ഭയമാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഓപ്പണായിട്ട് പ്രേക്ഷകരോട് പറയുകയാണ്. ആ ട്രെയിലറിലുണ്ട്. അപ്പൊ അത്രയും ധൈര്യത്തോടെ അയാൾ പറയാണ് എനിക്ക് ഭയമാണ്. അതുകൊണ്ട് അയാളും പ്ലീഡിയാണ് ഇതിൽ നിന്ന് അയാൾക്ക് എനിക്ക് രക്ഷപ്പെടണം. അപ്പൊ അതൊരു ഹൈ കോംപ്ലക്സിറ്റിയാണ്. ഈ സിനിമയുടെ ഒരു
ഈ ഫ്രാഞ്ചൈസിയുടെ തന്നെ ഒരു വിജയം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇതിലെ ക്യാരക്ടേഴ്സ് പരസ്പരം കൊടുക്കുന്ന റിയാക്ഷൻസ്, അത് ഓരോരുത്തർക്കും ഒരു ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോർജ് കുട്ടി മീന മാമിൻ്റെ കഥാപാത്രത്തോട് സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന ചില റിയാക്ഷനും സാധനങ്ങളും നമുക്ക് ജോർജ് കുട്ടിയെ പറ്റി മാത്രമല്ല, നമുക്ക് അവർക്കൊപ്പം നിൽക്കുന്ന പങ്കാളിയെ കൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പലപ്പോഴും അവരിപ്പം ഫ്രജൈലാണ് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ സ്ട്രോങ് ആണ് എന്നുള്ള സാധനമൊക്കെ നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം കൈമാറുന്ന ഈ റിയാക്ഷനുകൾ ഈ സിനിമയെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? അല്ല, ഡെഫിനറ്റ്ലി ഈ സിനിമയിൽ നിന്നല്ല, എല്ലാ സിനിമയിലും നമുക്ക് ചില സിറ്റുവേഷൻസിൽ വാക്കുകളല്ല, ചില നോട്ടത്തിലൂടെ മനസ്സിലാവും. അത് ഇപ്പോൾ എക്സ് എന്ന് പറയുന്നൊരു ക്യാരക്ടറും വൈ എന്ന് പറയുന്നൊരു ക്യാരക്ടറും അത് മനസ്സിലാകണമെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അത് അതുപോലത്തെ ഒരു കെമിസ്ട്രി ആയിരിക്കണം. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ സാധനം 2 വളരെ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്താ പറയുക, പെട്ടെന്ന് വീഡിയോയിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇത് കണ്ടിട്ട് ചാടി ഇറങ്ങി പോകാനായിട്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ജോർജ് ചേട്ടാ മറ്റേ പോലീസ് സ്റ്റേഷനിലാണോ ജോർജ് ചേട്ടനെ കുറിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കിടുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ റാണി വരുന്നുണ്ട്. റാണി വന്നിട്ട് ജോർജ് കുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ ജോർജ് കുട്ടി ഇങ്ങനെ ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ റാണിക്ക് മനസ്സിലായി അപകടമാണ്. കാരണം ഇതുവരെ ജോർജ് കുട്ടി റിയാക്ട് ചെയ്ത പോലെ അല്ല ആ പ്രശ്നത്തെ ഇത് ചെയ്തത്. അപ്പോൾ അതിനകത്തൊരു സത്യമുണ്ട്, അല്ലെങ്കിൽ ഇത് അപകടമാണെന്ന് ആ നോട്ടത്തിൽ മനസ്സിലായി. അവിടെ ഒരു ഡയലോഗ് പോലും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം അത് ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയാണത്. അത് പല സ്ഥലങ്ങളിലും ചില ലുക്കിന് ഇപ്പോൾ ഫസ്റ്റിനകത്താണേലും വേറൊരു ഇതുണ്ടല്ലോ, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു നോക്കുന്നെന്ന് ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂ പറഞ്ഞില്ലേ, ആ നോട്ടത്തിൽ ഓഡിയൻസിനും എല്ലാവർക്കും മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി എന്നാണ് ജോർജ് കുട്ടിയുടെ അതിൻ്റെ ഒരു പടപ്പ് എന്ന് പറയുന്ന സാധനം കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട്. ഗീതർത്തും പ്രഭാകർത്തും സംസാരിക്കുമ്പോഴും കൈ കെട്ടി ആ ആള് നിൽക്കുമ്പോൾ ഞാൻ എന്റെ ഭാഗത്ത് ഇനി നിങ്ങൾ എന്തൊക്കെ ഇമോഷണലി എന്ത് പറഞ്ഞാലും ഞാനത് ഓപ്പൺ ആവില്ല എന്നുള്ള രീതിയിലാണ് കൈ കെട്ടി നിൽക്കുന്നത് തോന്നിയിട്ടുണ്ട്. ഇത്തരം ആക്ടുകള് ആ ടേക്കിൽ സംഭവിക്കുന്നതാണോ അതോ പ്രീ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ ആ സ്ക്രിപ്റ്റിൽ? ഞാനൊന്നും പറഞ്ഞത് സാറ് തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തതാണ്. കഥാപാത്രത്തെ എങ്ങനെയാണ് താങ്കൾ പഠിക്കുന്നത്? അങ്ങനെയൊന്നും എനിക്ക് കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റില്ല. ഇതൊന്നും പഠിച്ച് ചെയ്യാൻ പറ്റില്ല. ജോർജ് കുട്ടിയെ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ഭയങ്കര നമുക്ക് ഒരിക്കലും പിടിതരാത്തൊരു കഥ. മറ്റേതൊക്കെ നമുക്ക് ഒരു സിനിമ രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഭാരമാണ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ വീണ്ടും ഭാരമാണ്. അപ്പോൾ ആ കഥാപാത്രത്തെ പഠിച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് നമുക്ക് വല്ല ഒരു അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഒരു സിനിമയാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളുടെ കഥയാണ്, ജീവിച്ചിരുന്ന ഒരാളുടെ കഥയൊക്കെ ആണെങ്കിൽ അവിടെ പോയി അയാളിപ്പം എങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പം ഞാൻ 20 എന്നുള്ള സിനിമ ചെയ്തു. ഞാനപ്പോൾ അദ്ദേഹത്തെ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. കാര്യം അങ്ങനെ ഒരാളെ പഠിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്നവർ പലരും പറഞ്ഞു ഇങ്ങനെയാണ് അദ്ദേഹം പെരുമാറിയത്. അറിയാതെ സംഭവിക്കുന്നത്. ഇപ്പം കമ്പനി എന്നുള്ള സിനിമയിലെ പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്നെ ഇത്രയും പഠിച്ചാണോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ല, പക്ഷെ എൻ്റെ ഓൾ മൈ സബോർഡിനേറ്റ്സ് ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പറയും. അതൊരു ഭാഗ്യമാണ് എന്ന് എനിക്ക് പറയാം. അല്ലാതെ ജോർജ് കുട്ടി എങ്ങനെയാണെന്ന് എങ്ങനെ പഠിക്കുന്ന ഇങ്ങനെ ഒരാൾ ലോകത്തുണ്ടാവില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് ആ ഡയറക്ടറും നമ്മളുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കും. അദ്ദേഹം നമുക്കൊരു ഐഡിയ തരും അല്ലേ. ആ ഒരു ഐഡിയയിൽ നിന്ന് നമുക്കറിഞ്ഞുകൂടാതെ ഒരു ജോർജ് കുട്ടി നമ്മൾ ഫോം ചെയ്യും. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം സംഭവിക്കുന്നു. നമുക്ക് ഒരു മാങ്ങ കഴിച്ചിട്ട് അതിൻ്റെ സ്വാദ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പുളിയാണ് അല്ലെങ്കിൽ മധുരമാണെന്നേ പറയാം. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നതെന്ന് ആ ടേസ്റ്റ് പോലെയാണ് അല്ലേ. അങ്ങനെ അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് ഞാനിതിൽ നിന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അയാളെ ഞാൻ ശ്രദ്ധയോടെ പഠിച്ചു അങ്ങനെയൊന്നും. പക്ഷെ അതൊരു മെത്തേഡ് ആക്ടിങ്ങിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ ഒരാളുടെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരാളെ പറ്റി കേട്ടിട്ടുണ്ട്. അയാളുടെ കൂടെ പോയി 6 മാസം താമസിച്ച് ഒരു ഡോക്ടർ അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ പഠിച്ച് ചെയ്യേണ്ട അത്ര അക്കാഡമിക് ഫിലിംസാണ്. പക്ഷെ നമുക്കതിനുള്ള സമയമില്ല. അതൊക്കെ പഠിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ജോർജ് കുട്ടി ഒരുപാട്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. പക്ഷെ പിടുത്തം കിട്ടി തുടങ്ങൂല്ലേ അയാളുടെ മാനവനില? നമുക്കറിയാതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തീർച്ചയായും 2-3 ദിവസം കഴിയുമ്പോൾ ആ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരാൾ നമ്മളിലേക്ക് വരും. അതൊരു ഭാഗ്യമാണ്. അത് ഒരുപാട് ആക്ടേഴ്സിന് എല്ലാവർക്കും പറ്റുന്നതാണ്. എനിക്കും അത് പറ്റുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഇതെൻ്റെ ഒരു ഭയങ്കര കഴിവാണ് എന്നൊന്നും എനിക്ക് പറയാം. ജോർജ് കുട്ടി ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നാലും ഓഡിയൻസ് നിൽക്കുന്നത് ഗീതാ പ്രഭാകരൻ്റെ കൂടെ അല്ല. പലപ്പോഴും ജോർജ് കുട്ടിക്ക്, പലപ്പോഴും അല്ല, ജോർജ് കുട്ടിക്ക് ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്.
ഒരു ക്ലാസിക് ക്രിമിനൽ എന്ന അയാളെ വിശേഷിപ്പിക്കുമ്പോൾ പോലും ഓഡിയൻസ് ഭയങ്കര ഫേമായിട്ട് ജോർജ് കുട്ടിക്ക് ഒപ്പം നിൽക്കാൻ താങ്കൾ ഉദ്ദേശിച്ച ആ റൈറ്റിംഗ് ടെക്നിക്ക് എന്തായിരുന്നു? അല്ലെങ്കിൽ അല്ല, ഞാൻ ആക്ച്വലി ഈ ഫസ്റ്റ് സിനിമ കൺസീവ് ചെയ്യുമ്പോൾ എൻ്റെ ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ വന്നത് ഒരു സംഭവത്തിൽ നിന്നാണ്. ഒരാൾ എന്നോട് പറഞ്ഞ സംഭവത്തില്ല. അതിനകത്ത് ഇതുപോലെ രണ്ട് ഫാമിലിയും തമ്മിലുള്ള ഇഷ്യൂ ഒക്കെയാണ്. അയാൾ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഈ രണ്ട് ഫാമിലിയുടെ ഭാഗത്ത് ശരിയുണ്ട് തെറ്റുണ്ട്, ഇതിനകത്ത് ആരെ കൂടെ നിൽക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചത് ഇതുപോലൊരു കൺഫ്യൂഷൻ തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസിനുണ്ടായാലും എന്തായിരിക്കും സ്ഥിതി. അതാണ് ശരിക്കും ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് തോട്ട്. ശരിക്കും അതിനകത്തൊരു ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയുണ്ട്, അവർ ഈ പെൺകുട്ടിയുടെ പുറകെ നടന്നത് പോലീസ് കേസായി, അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോൾ ആദ്യം ഞാനിതൊരു കോർട്ട് റൂം ഡ്രാമയൊക്കെ ആയിട്ട് ചിന്തിച്ച് പിന്നെ ഭയങ്കര ഡ്രൈ, അന്ന് പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല, ചുമ്മാ ഇങ്ങനെ ഒരു മനസ്സിൽ കൂടെ പോകുന്നു. സാറിന് ഈ ഫോർമാറ്റിലേക്ക് നമ്മൾ വന്നു. അത് കഴിഞ്ഞ് സിനിമ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിയാ, ഈ പിന്നെ വരുണിൻ്റെ അമ്മയെ സംബന്ധിച്ചുള്ള അച്ഛനും അമ്മയും ഒരു തെറ്റും ചെയ്തില്ല, അവർക്ക് അവരുടെ മകനെ കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇവിടെ വരുമ്പോൾ ജോർജ് കുട്ടി ഇവരെ മിസ്ലീഡ് ചെയ്തു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേദന അവർക്കുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ജോർജ് കുട്ടിയുടെ ആംഗിളിൽ നോക്കുമ്പോൾ ആ മകള് ഒരു കയ്യബദ്ധം, ഒരു ആക്സിഡൻ്റൽ ഇത്. അപ്പോൾ മകളെ വിട്ടുകൊടുക്കാനും പറ്റത്തില്ല, ജയിലിൽ വിടാൻ പറ്റത്തില്ല. അതിനകത്ത് വൈഫ് കയറി അത് കുഴിച്ചിട്ടു, അപ്പം ഇതിനകത്തൊരു പങ്കാളിയായി. അപ്പോൾ മൊത്തത്തിൽ ഫാമിലി ഇത് ചെയ്യുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു. പക്ഷേ സിനിമ ഇറങ്ങി തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബാലൻസിങ്ങും ഇല്ല, എല്ലാവരുടെയും ഇപ്പുറത്ത് പോയി. അപ്പം ഞാനിരുന്ന് ആലോചിച്ചു എന്താണ് അതങ്ങനെ നോക്കിയപ്പം നമ്മളൊരു ബേസിക് കോമൺ സെൻസ് വെച്ചിട്ട് ഒരു കോമൺ മാൻ ചിന്തിക്കുമ്പോൾ എന്താണ്, എപ്പോഴും ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് എന്ത് തെറ്റാണ് ഉണ്ടായത്? ഈ പ്രൊവോക്ക് ചെയ്തത് ഇവിടുന്നാണല്ലോ, ആ പയ്യൻ്റെ ഒരു വൃത്തികെട്ട ഒരു ഇതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. അപ്പോൾ അവർക്ക് ആ നീതി കിട്ടണം, ആ കുട്ടി എന്തിന് ജയിലിൽ പോകണം എന്നൊക്കെ പറയുന്ന ഒരു സാധനം. ഇപ്പോൾ നോർമൽ ഒരു കേസിലാണെങ്കിൽ അന്ന് വന്ന ചില ആക്ഷേപങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ഒരു IG-യുടെ ഇതാണ്. അപ്പോൾ പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഇവർക്ക് കറക്റ്റായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, അത് ടോട്ടലി ഇമോഷൻസും സിമ്പതിയും എല്ലാം ഈ ഫാമിലിയിലേക്കായി. ഈ കഥ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ 1ഉം 2ഉം ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, ഈ ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരൻ്റെ സ്വപ്നം കൂടെ യാഥാർത്ഥ്യമായി വരുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കിടയിലും. അതായത് ആദ്യ ഭാഗത്ത് ഒരു തിയേറ്റർ വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം, 2ാം ഭാഗത്തിൽ അയാൾ തിയേറ്റർ ഉടമയാണ്. ആദ്യ ഭാഗത്തിൽ പറയുന്നുണ്ട് ചേട്ടനൊരു സിനിമ എടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട് മോനിച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ കൊടുക്കുന്നൊരു റിയാക്ഷൻ ഉണ്ട്, ഇതും അയാൾ ആലോചിക്കാതെ ഇരുന്നില്ല എന്നൊരു തോന്നുന്ന രീതിയിൽ നമുക്ക് തോന്നുന്നൊരു നോട്ടം. 3ാം ഭാഗത്തിലെത്തുമ്പോൾ ജോർജ് കുട്ടി ആ ആഗ്രഹവും സാധിക്കുമോ, ഒരു സിനിമ എടുക്കുമോ? അത് നിങ്ങൾ 21-ാം തീയതി വരുമ്പോൾ അറിയാൻ പറ്റും. അല്ല, കുട്ടിയെ കൊണ്ട് സിനിമ എടുപ്പിക്കണോ? എടുത്താൽ നന്നായിരുന്നു, എന്തായിരിക്കും ആ കഥ നന്നായിരിക്കെങ്കിൽ എടുക്കാന്ന് പറയാം, അല്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞല്ലേ. അതൊരു 21-ാം തീയതി ജോർജ് കുട്ടിക്ക് ചിലപ്പം അതൊക്കെ സഹായിച്ചു എന്ന് വരും. കാരണം പുള്ളിയുടെ സ്വപ്നങ്ങളെയും ചേസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ ചില തീരുമാനങ്ങൾ വേണ്ടി പുള്ളി സ്ട്രോങ് ആയിട്ട് നിന്ന് അതുപോലെ വിൽ പവർ ഉള്ള ഒരാളാണ്. ഈ പ്രശ്നങ്ങളുടെ നടുവിലും പുള്ളി ഒരു സൈഡിൽ കൂടെ പുള്ളിയുടെ താല്പര്യങ്ങളും പുള്ളിയുടെ ഇഷ്ടങ്ങളും ആ ഫാമിലിയൊക്കെ ഇത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വളരെ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉള്ള ഒരു ആക്ടർ, ഒരു ക്യാരക്ടറാണ് ജോർജ് കുട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞു അതുപോലെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു റിയാക്ഷൻ നോർമലി ഒരു മനുഷ്യന് ചില സിറ്റുവേഷനിൽ വരേണ്ട റിയാക്ഷനിലേക്ക് ജോർജ് കുട്ടി പോകാത്തതിനെ വെച്ചാൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കി പുള്ളി അത് ഉൾട്ടയാക്കും. കാരണം ഭയങ്കര റിഫ്ലെക്സ് ഉള്ള ഒരു ഇതാണ് ജോർജ് കുട്ടി. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ജീനിയസോ ബ്രില്യൻസോ അല്ല, പുള്ളിക്ക് ബേസിക് റിഫ്ലെക്സ് ഉണ്ട്. പെട്ടെന്ന് ആ സമയത്ത് എന്താണ് ഇങ്ങനെയെന്ന് പറയുന്ന ആ ഒരു ക്വിക്ക് ഡിസിഷൻ എടുത്ത് അതിനെ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതാണ് ശരിക്കും ജോർജ് കുട്ടിയുടെ ഒരു ക്വാളിറ്റി. അതാണ് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്, ഭാഗ്യവും വേണം. ഇപ്പോൾ സെക്കൻഡിനകത്ത് ഇത് കഴിഞ്ഞ് ഈ പർട്ടിക്കുലർ സ്കെൽറ്റനും എടുത്ത് വണ്ടിയിലെടുത്ത് പോകുമ്പോൾ അവിടുന്ന് സെക്യൂരിറ്റിനെ വിളിക്കുന്നുണ്ട്. സെക്യൂരിറ്റി എന്ന് ലീവ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തു? എല്ലാം ഒരു ശ്രമമാണ്. അപ്പം സിനിമ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ശ്രമിച്ചതൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതും ചിലപ്പോൾ നടക്കാൻ സാധ്യത ഉണ്ടാവും. ഇതൊരു ഇമോഷണൽ ഫാമിലി ഡ്രാമ ആയിരിക്കും 3ാം ഭാഗം. ഒരു ക്രൈമിന്റെ എലമെന്റോടെ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഉള്ള ഒരു ഡ്രാമ ആയിരിക്കും. താങ്കൾ ഇതല്ല ഫസ്റ്റും സെക്കൻഡും തേർഡും ഇതിലെല്ലാം ഫ്രാഞ്ചൈസി ശരിക്കും ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പക്ഷെ താങ്കൾ ഇത് പറഞ്ഞു വെക്കുമ്പോൾ പോലും
ആരും അങ്ങോട്ട് പൂർണ്ണമായി ജീത്തു ജോസഫ് പറയുന്നത് കൊണ്ടാണോ അത് വിശ്വസിക്കുന്നില്ല. ആ ട്വിസ്റ്റിന്റെ എലമെന്റ് എപ്പോഴും ആളുകളുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ പറയട്ടെ, ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരു ഫാമിലി ഇപ്പുറത്ത് ഒരു മകനെ നഷ്ടപ്പെട്ടിട്ട് ആ മകനെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം, ഇപ്പുറത്ത് ഒരു മകളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. ഇവർ തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ ആണ് ആക്ച്വലി ഇവിടെ. ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സംഭവവികാസങ്ങളിൽ ചില വഴിതിരിച്ചു വിടാൻ വേണ്ടി ഡെസ്പറേറ്റ് ആയിട്ട് ജോർജ് കുട്ടി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഓഡിയൻസിന് കിട്ടുന്ന ഒരു സർപ്രൈസ്, ഒരു കിക്കുണ്ടല്ലോ, അതാണ് അവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന സാധനം. അപ്പം അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, അതിന് അല്ല ഇമ്പോർട്ടൻസ് അതിനേക്കാളേറെ ഇതിനകത്ത് ഒരു ഇമോഷണൽ ആംഗിളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഇത്രയും ആൾക്കാർ ഹൃദയത്തിലേക്ക് എടുക്കുന്നത്. ട്വിസ്റ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ എക്സൈറ്റഡ് ആവും, പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഫാമിലിയെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ വലിയ ഇതൊരു ട്വിസ്റ്റ് ഇതെന്ന് ഞാൻ ഈ സിനിമയെ പറഞ്ഞ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. അതാണ് ഇതിനകത്തെ കാര്യം. തേർഡ് വരുമ്പോൾ കൂടുതൽ ജോർജ് കുട്ടിയുടെ ഫിയറും ജോർജ് കുട്ടിയുടെ ഇമോഷൻ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ജോർജ് കുട്ടിയിൽ നിന്ന് കുറച്ച് വ്യത്യാസം ജോർജ് കുട്ടിക്ക് വന്നു തുടങ്ങി. അതിലാണ് അതുകൊണ്ട് ആദ്യമേ നമ്മൾ അതുകൊണ്ടാണ് ആ ട്രെയിലറിലൊക്കെ വരുന്നത്. എനിക്ക് ഭയമാണെന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അയാൾ ചെയ്യുന്നത്. ഈസ് ടേക്കിംഗ് എ ചാൻസ്. എല്ലാം അയാളൊരു ചാൻസ് എടുക്കുന്നത്. അതിൽ അയാൾ സക്സസ്ഫുൾ ആകുമോ എന്നുള്ളത് അയാൾക്ക് പോലും അറിയില്ല. അതാണ് ഭാഗ്യം എപ്പോഴും അയാളുടെ കൂടെ സഞ്ചരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമാണ്. ലാലന്റെ ജന്മദിനത്തിലാണ് സിനിമ റിലീസാണ്. ഇത് തങ്ങളുടെ ആരാധകർക്കുള്ള, മലയാളി പ്രേക്ഷകർക്കുള്ള ഒരു സമ്മാനമായിട്ട് കാണാം. അത് 21-ാം തീയതി കഴിഞ്ഞ് നിങ്ങളാണ് പറയേണ്ടത് ഒരു നല്ല സമ്മാനമായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അതൊരു വ്യാഴാഴ്ചയാണ് വരുന്നത്. റിലീസ് വ്യാഴം വെള്ളികളിലൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ ഇതും അങ്ങനെ അപൂർവമായിട്ട് സംഭവിക്കണം. 21-ാം തീയതി ആവണം, അത് വ്യാഴാഴ്ച റിലീസ് സമയത്താകണം. അങ്ങനെ സംഭവിച്ചാണ്. ഞങ്ങളൊരു എന്താ പറയുക, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇത് നിർമ്മിച്ച് ഇത് തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. ഇനി അതിനെ പ്രേക്ഷകർ കണ്ട് നല്ലൊരു റിസൾട്ടോട് കൂടി ഒരു ഗിഫ്റ്റ് ആക്കി അത് മാറ്റുക, അത്ര നമ്മൾ കൊടുത്തു. അതിപ്പം സ്വീകരിക്കാൻ രസിക്കാതിരിക്കും. ലാലയുടെ അത്യാഗ്രഹമാണെങ്കിൽ ക്ഷമിക്കണം. അതായത് അല്ല, എല്ലാവർക്കും ഇതിന്റെ ക്ലൈമാക്സ് അറിയണം. ഇതിന്റെ ക്ലൈമാക്സ് അല്ല, ഒരു വില്ലൻ കഥാപാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഉത്സവ പിറ്റേന്നോ വാനപ്രസ്ഥവം പോലൊരു സിനിമ, കർണഭാരം പോലൊരു നാടകം, ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാമോ ഇനിയും? തീർച്ചയായിട്ടും. ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് ഉണ്ടായതല്ലല്ലോ. ഇപ്പം നാളെ രാവിലെ എണീറ്റിട്ട് എന്നാ കർണഭാരം ചെയ്യാം, അങ്ങനെയല്ലല്ലോ. അത് നമ്മളിലേക്ക് വരികയാണ്. എനിക്ക് സംസ്കൃതം, ഇതൊരു ഗ്രീക്ക് പോലെ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. അവർ വന്നിട്ട് നിങ്ങൾ സംസ്കൃതത്തിൽ നാടകം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും എന്ത് ധൈര്യത്തിലാണ് ഞാൻ സമ്മതിച്ചത്. അപ്പം കാവാലി സാർ പറഞ്ഞു ലാലിന് ചെയ്യാൻ പറ്റും. ഞാൻ 8 ദിവസം കൊണ്ടാണ് ആ നാടകം ചെയ്തത്. നാടകത്താണ് പഠിച്ചാണ് ചെയ്താണ് പഠിക്കുന്നത്. ഇത് ഞാൻ പഠിച്ചാണ് ചെയ്തത്. ആദ്യം ഇത് മെമ്മറൈസ് ചെയ്യാൻ തുടങ്ങി. അതൊന്നും അങ്ങനെ പറ്റുന്ന കാര്യമല്ല. അത് 4 പ്രാവശ്യം ചെയ്തു. ഒരു വേദിയിൽ 2 പ്രാവശ്യം ചെയ്തു. അന്ന് 80 നാടകങ്ങളിൽ ഒരു നാടകമേ ഉള്ളൂ സംസ്കൃത നാടകം. എന്തുകൊണ്ട് എന്നെ വിളിച്ചു, അതൊരു ഭാഗ്യമാണ്. അതുപോലെ വാനപ്രസ്ഥം, ഏറ്റവും മഹാന്മാരായ കഥകളി നടന്മാരോടൊത്താണ് ഞാൻ മാത്രമാണ് കഥകളി നടൻ. ബാക്കി എല്ലാവരും എൻ്റെ അച്ഛനും അമ്മായിയച്ഛനൊക്കെയാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ അത്തരം ഭാഗ്യങ്ങൾ വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എപ്പോഴും അങ്ങനെയല്ല. ഒരു ആക്ടറിന് നിങ്ങൾ പറയും എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്തത്, അതിനൊരു ആൻസർ ഇല്ല. നമുക്ക് ആക്ടറിന് ഒരു പെർഫോമറാണ് ഞാൻ. അപ്പം ഞാൻ പെർഫോം ചെയ്യണം. അത് ചിലപ്പോൾ മോശമായി പോകും. അതിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊരു ലോകത്തെ എല്ലാ ആക്ടേഴ്സിനും പറ്റിയതാണ്. ലോകത്തെ ഏതൊരു ആക്ടറാണ് എല്ലാം നല്ല സിനിമകൾ ചെയ്തത് ഉണ്ട്. ജീവിതത്തിൽ 3 സിനിമകൾ ചെയ്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 4 സിനിമകൾ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് അത്രയും സിനിമകൾ മതി. പക്ഷേ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ ഒരു വലിയ പാരഫെർനാലിയുണ്ട്. അവർക്ക് സിനിമകൾ ചെയ്യണം, അവരുടെ കുടുംബങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത സിനിമകൾ ചെയ്യേണ്ടി വരും. അത് ഫോഴ്സ്ഡായിട്ട് ചെയ്യുന്നതാണ്, മനഃപൂർവ്വമല്ല. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനൊരു ദൃശ്യം ഉണ്ടാകുന്നത്, ഒരു വാനപ്രസ്ഥം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു 20 ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പം നമ്മളെപ്പോഴും നല്ല സിനിമകൾ ചെയ്യുമ്പോൾ മാത്രമല്ലല്ലോ, മോശം സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ഭയങ്കര കുറ്റമായിട്ട് കാണും. അത് ഒരു ആക്ടറുടെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെയൊക്കെയാണ്. എത്ര മനോഹരമായ സിനിമകൾ ചെയ്ത വലിയ ഗ്രേറ്റ് ഡയറക്ടേഴ്സ് ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ അയാളെ വേസ്റ്റാക്കി കളയും. ഇപ്പം അല്ലേ, പണ്ടും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നല്ല സിനിമകൾ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷെ അത് നമ്മളെ തേടിയെത്തണം.
അപ്പോൾ വലിയ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരാളുടെ ഇപ്പം 370 സിനിമ ഞാൻ ചെയ്തതിൽ ചിലപ്പോൾ ഒരു 30 സിനിമയായിരിക്കും ഭയങ്കര സിനിമ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും അങ്ങനെയാണല്ലോ. ഒരു ജീവിതത്തിൽ അങ്ങനെ എല്ലാം നല്ലത് മാത്രം സംഭവിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് നല്ലതിന് വേണ്ടി കാത്തിരിക്കാം. ഞങ്ങളും കാത്തിരിക്കുന്നു. പ്ലീസ്. ഓക്കെ, ദൃശ്യത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.